Hello friends, welcome to today's class. Dears, today we are discussing the 5th unit in and grade English. 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു യൂണിറ്റിലേക്കുള്ളൊരു ഇൻട്രഡക്ഷന്, അതുപോലെ അതിൽ ഫസ്റ്റ് സ്റ്റോറി അതല്ലെങ്കിൽ ഫസ്റ്റ് നറേറ്റീവാണ് ദ ഹാപ്പിനെസ് മെഷീൻ. അതിൻ്റെ ആദ്യ ഭാഗം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുക. ഓക്കെ, വി ഹാവ് ലേൺഡ് 4 യൂണിറ്റ്സ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4 പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഐ തിങ്ക് യു റിമെമ്പർ ദം. ഓർമ്മ ഉണ്ടല്ലോ. നൗ ഡിയേഴ്സ്, ഷാൽ വി മൂവ് ഓൺ ടു ലാസ്റ്റ് യൂണിറ്റ്? 5ാമത്തേക്ക് പോകില്ല നമ്മൾ. റൈറ്റ്, വാട്ട് മൈറ്റ് ബി അബൌട്ട്? എന്തിനെക്കുറിച്ചായിരിക്കും അത്? സീ ദ പിക്ചർ പ്ലീസ്. വാട്ട് യു സീ ഹിയർ? എന്താ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്? എല്ലാം നോക്കൂ. റൈറ്റ്, വാട്ട് യു സീ ഇൻ ദ പിക്ചർ? എന്താ കാണുന്നത് അതിൽ? കമൻറ്റ് ഓൺ ദ മൂഡ് ഓഫ് ദ ചിൽഡ്രൻ. ആ കുട്ടികളുടെ മൂഡ് എന്താണ്? വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദ ഹാപ്പിനെസ്? എന്തായിരിക്കും അവരുടെ സന്തോഷമുള്ള കാരണം എന്താവും? ഓക്കെ, നിങ്ങൾ ഗസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രകൃതിയായ ചുറ്റുപാടുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. എന്താവുന്ന നോക്കുക. റൈറ്റ്, നൗ സീരിയസ്. നമ്മൾ ചെറിയൊരു ടെസ്റ്റ്, ഒരു ഗെയിമാണ്. ആർ യു ഹാപ്പി? വി ആർ ഗോയിങ് ടു സീ വെദർ വി ആർ ഹാപ്പി. നമ്മൾ ഹാപ്പി ആണെന്ന് അറിയാനുള്ളൊരു ഗെയിമാണ്. യു പ്ലീസ് read these statements, and if it is right you may mark a tick on T, and if it is wrong you may put a tick on F. റെഡി ആണല്ലോ? ശരിയാണെങ്കിൽ എഫിന് ടി എന്നുള്ളതിൻ്റെ ട്രൂ എന്നുള്ളതിന് ശരിയുടെ മാർക്ക് ചെയ്യുക. തെറ്റാണെങ്കിൽ എഫ് എന്നുള്ള ഫോൾസിന് മാർക്ക് ചെയ്യുക. അല്ലോ, ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ഫസ്റ്റ് വൺ, ഐ എം ബേസിക്കലി ഹാപ്പി ഫോർ ബീങ് വാട്ട് ഐ ആം. ഞാൻ എന്താണ്, എനിക്ക് സന്തോഷമുണ്ട്. ഐ എൻജോയ് ദ കമ്പനി ഓഫ് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഐ ആം ഹാപ്പി വിത്ത് മൈ സ്റ്റഡീസ്. എൻ്റെ പഠനത്തിൽ എനിക്ക് സന്തോഷമാണ്. ഐ ഹാവ് എ നെയിം. എനിക്കൊരു ഉദ്ദേശമുണ്ട്. അത് ശരിയാണെങ്കിൽ ടിയിൽ ശരിയുടെ ടി മാർക്ക് ചെയ്യുക. തെറ്റാണെങ്കിൽ എഫ് മാർക്ക് ചെയ്യുക. അഡ്മയർ മൈസെൽഫ് ഇൻ ദ മിറർ ഓഫൻ. ഞാൻ പലപ്പോഴും കണ്ണാടിയിൽ എന്നെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്? അഭിമാനം കൊള്ളാറുണ്ട്. ഐ ആം മേക്കിംഗ് പ്രോഗ്രസ് ടുവാർഡ്സ് മൈ ഡ്രീംസ്. എൻ്റെ സ്വപ്നത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഐ എൻജോയ് ഗുഡ് റിലേഷൻഷിപ്സ് വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ്. വീട്ടുകാരുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ഐ ഓൾവേസ് ട്രൈ ടു ലേൺ ഫ്രം മൈ എക്സ്പീരിയൻസ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓൾ ദ ഐ എം നോട്ട് പെർഫെക്റ്റ് ഐ റെസ്പെക്ട് മൈ സെൽഫ്. ഞാൻ പൂർണ്ണനല്ലെങ്കിലും ഞാൻ എന്നെ ബഹുമാനിക്കുന്നുണ്ട്. ഐ ഡു നോട്ട് ബ്ലെയിം അതേഴ്സ് ഫോർ മൈ ഫെയിലിയേഴ്സ്. എൻ്റെ പരാജയങ്ങൾക്ക് ഞാൻ ബാക്കിയുള്ള ആളുകളെ കുറ്റപ്പെടുത്താറില്ല. മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓരോന്നും നിങ്ങൾ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ ശരി, അതിനനുസരിച്ച് TMF മാർക്ക് ചെയ്യുക ചെയ്തിട്ടുണ്ടാവും. ഓക്കെയുള്ള ശരിയായ ട്രൂ എത്ര മാർക്ക് ചെയ്തു എന്ന് എണ്ണി നോക്കുക. നമ്മൾ സ്വന്തം വിലയിരുത്താൻ പോവാണ്, റിസൾട്ട് പറയാൻ പോവാണ്. യു സി, ഇഫ് യുവർ സ്കോർ ഈസ് ബിറ്റ്വീൻ 9 and 10 or 9 or 10, യു ആർ ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ്. വളരെ ഹാപ്പിയാണ്, കണ്ടൻറ്റഡ് ആണ്. ആൻഡ് if it is from 6 to 8 you are happy, and from 4 to 5 you are sometimes happy. If it is less than 4 കുറവാണെങ്കിൽ need more happiness. റെഡി അല്ലേ മക്കളെ? നിങ്ങൾ പൊസിഷൻ കിട്ടിയല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. റൈറ്റ്, നൗ ഡിയേഴ്സ്, ക്യാൻ യു ഗസ് ദ തീം ഓഫ് ദ യൂണിറ്റ് ഫ്രം വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്? നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തായിരിക്കും ഇതിൻ്റെ തീം എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് മെയിൻ തീം ഈസ് ഹാപ്പിനെസ്. എന്താ അതിൻ്റെ മെയിൻ തീം? ഹാപ്പിനെസ് ആണ്. വാട്ട്സ് ദ ടൈറ്റിൽ ഓഫ് ദി യൂണിറ്റ്? എന്താ യൂണിറ്റിൻ്റെ ടൈറ്റിൽ? എന്താ? എൻലൈറ്റനിങ് ദ സോൾസ് എന്നാണ്. എൻലൈറ്റനിങ് ദ സോൾ. എൻലൈറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് ഫ്രീ ഫ്രം കൺഫ്യൂഷൻ ഓർ അംബിഗിറ്റി എന്നാണ്. മേക്ക് ക്ലിയർ, വ്യക്തമാക്കുക, പ്രകാശപൂരിതമാക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. സോൾ ആത്മാവാണ്, നമുക്കറിയാം. റെഡിയല്ലേ? നൗ മെയിൻ തീം ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞു. വാട്ട് മേ ബി ദി അതർ തീംസ്? ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് സബ് തീംസ്? ട്രൂ ഹാപ്പിനെസ് ലൈസ് വിത്തിൻ അസ്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മക്കളെ. സന്തോഷ യഥാർത്ഥം നമ്മളിലാണുള്ളത്. നീഡ് ഫോർ ഓപ്പൺ കോൺവെർസേഷൻ. തുറന്ന സംഭാഷണത്തിൻ്റെ ആവശ്യമാണ്. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ലിവ് ഇൻ ദ പ്രസൻറ്റ്. നമ്മൾ എവിടെയാണുള്ളത് അല്ലെങ്കിൽ എപ്പോഴാണുള്ളത് അവിടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. നൗ ലെറ്റ് us see the lessons in the unit. യൂണിറ്റിലെ പാഠങ്ങൾ കാണാം നമുക്ക്. ദ ഹാപ്പിനെസ് മെഷീൻ സ്റ്റോറി ആൻഡ് ഡഗ്ലാസ് ബാഡ്ബറിൻ്റെ ഒരു കഥയാണ്, അല്ലെങ്കിൽ നറേറ്റീവാണ്. എ പ്രയർ ഇൻ സ്പ്രിംഗ് പോയാണ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ദ ട്രയോ എന്നുള്ള സ്റ്റോറിയാണ് റിട്ടൺ ബൈ ആർ കെ നാരായൺ. നൗ ഷാൽ വി സി എ റൈറ്റർ? നമ്മളതേ ഒരു റൈറ്ററെ പരിചയപ്പെടുകയല്ലേ. ഹു ഇസ് ദിസ്? ദിസ് ഈസ് റേ ഡഗ്ലാസ് ബ്രാഡ്ബറി ആണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ബുക്കിലുള്ളതാണ്. നിങ്ങൾ വായിച്ചു നോക്കുമല്ലോ.
ഒന്ന് വായിച്ചു നോക്കണം. അമേരിക്കൻ ഓതറും സ്ക്രീൻ റൈറ്ററുമാണ്. പല രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫാൻറ്റസി ഉണ്ട്, സയൻസ് ഫിക്ഷൻ ഉണ്ട്, ഹൊറർ ഉണ്ട്, മിസ്റ്ററി ഫിക്ഷൻ ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ദ ഹാപ്പിനെസ് മെഷീൻ. നറേറ്റീവാണ് ഡഗ്ലാസ് ബാഡ്ബറിൻ്റെ. എന്താ അദ്ദേഹത്തിൻ്റെ തീം എന്താണ്? ഹാപ്പിനെസ് ഈസ് എ പേഴ്സൺസ് മോസ്റ്റ് ചെറിഷ്ഡ് ഗോൾ. നമ്മളൊക്കെ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാലങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ലക്ഷ്യമാണ് എന്ത് എന്നുള്ളത്, സന്തോഷം ഉണ്ടാവുക എന്നുള്ളത്. ബട്ട് വേർ വി ഡു ഫൈൻഡ് ട്രൂ ഹാപ്പിനെസ്? എവിടെ നമുക്ക് സന്തോഷം കിട്ടുക? ക്യാൻ എ മെഷീൻ സെർവ് ദ പർപ്പസ്? ഒരു മെഷീൻ കൊണ്ട് നമുക്ക് ഹാപ്പി ആവാൻ പറ്റുമോ? Let's see what happens in the story when a man seeks to bring happiness to all around him by constructing a happiness machine. ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കിയിട്ട് ചുറ്റുപാടുള്ള എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, വാട്ട് ഇൻഫർമേഷൻ ഡു ഗെറ്റ് ഫ്രം ദ ടൈറ്റിൽ? എന്താണ് ഈ ഹാപ്പിനെസ് മെഷീൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഡു യു നോ വാട്ട് ഇസ് അബൌട്ട്? ഇതിനെക്കുറിച്ചായിരിക്കും അത്. ഹു ഇസ് ദ പ്രൊട്ടാഗണിസ്റ്റ്? ആരായിരിക്കും ഇതിൽ നായകനാരാണ്? വാട്ട് ഹാപ്പൻസ് ടു ഹിം ഓർ ഹെർ? അദ്ദേഹത്തിന് എന്താണ്? വാട്ട് ഹാപ്പൻസ് ടു ഹിം ഓർ ഹെർ, നോട്ട് ഹിസ്, സോറി. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ആണല്ലോ. വാട്ട് ഹാപ്പൻ ടു ഹിം എന്നാണ് മക്കളെ. നമുക്ക് ആദ്യത്തെ പാരഗ്രാഫുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നറേറ്റീവാണ് അത്. ഒരു ആഖ്യാന രൂപത്തിലുള്ളൊരു കഥയാണ്. ഹാപ്പിനെസ് മെഷീൻ്റെ നല്ലോണം ശ്രദ്ധിച്ചു നോക്കണേ. Right, yes. കൂടെ വായിക്കാൻ നിങ്ങൾ ഇട്ട. One day Leo Auffman moved slowly through his garage, which he has changed into the workshop for his master craft and novel invention. The happiness machine. He started searching for some wood, a coil of wire, a hammer, spanners and the like. A perplexing question was forming in his mind. Should the machine be something you carry in your pocket or something that carries you in its pocket? Anyway, the machine should make one happy. How can you make one happy? How can you find happiness in your life? What are the feelings associated with the happiness? He went into the house with his dictionary and sat on the table where his wife was ironing the clothes. Lena, are you pleased, contented, joyful and delighted? She stopped the work. Read out the list again, please. Closing the book, he said, say yes or no. Are you happy, joyful or delighted? Our domestic ones are contented. Our babies and people of second childhood here are delighted. Do you think whether I am happy doing all these household chores? I know I am trying to solve all your complaints. I am not complaining, Lee. I never complain. But please don't ask such crazy questions for which you may not get the answer. Suddenly, Lena Auffman froze and sniffed the air. Oh my God, look at what you have done. She pulled the oven door open. A thick cloud of smoke whirled through the kitchen. And that is happiness. You talked to me for the first time in 6 months, and for the first time in 20 years, our supper bread has turned into charcoal. Leo Auffman emerged from the kitchen when the smoke subdued. Clinks, clanks, rings, beeps, sounds of child echoed rhythmically from the garage. He peered in to see even the slightest happiness on any face and any nook and corner. Those days were without food, rest and sleep, but he was thrilled to see the machine in shape. The happiness machine is ready, husked Leo Auffman, sneaking into the kitchen. Lee, you lost your pounds and our children were lacking your care. But you say the machine is ready. Please leave off with what you are making. Man can't make such changes. He was awakened the next morning by vague sounds of birds, dogs and people. The birds were fluttering around the roof and the dogs were near the door of the garage. People peered over the fence to garage. The sound of the happiness machine. It was the sort of sound with all kinds of hummings in varied frequencies. Tell me, Lena said quietly, standing by his side looking into the garage. Could that make Alderman Young or I be happy in that box if you died of overwork? I'd be left alone by you and children with all those tedious household tasks.
Can the machine get all things done for the house, the kitchen and the children? That's not how it is made. Then I have got no time to look. I'm sorry. She kissed his cheek and left the room. This is not the right time, he thought. Let's try the machine tomorrow. Late that night, he heard someone crying. He entered the children's room and saw Saul weeping bitterly, burying his face in the pillow. Saul, you had a nightmare? The boy wept. Then in the moonlight, he saw the opened door of garage. He went down, entered the garage, and found the happiness machine terribly hot. So he was inside. Couldn't the machine make you happy? Yes, very simple. I think you might have got some idea. കുറേ ആശയങ്ങളും കിട്ടിയിട്ടുണ്ടാവും. What did Auffman want to do? എന്ത് ചെയ്യാനാണ് Auffman ആഗ്രഹിച്ചത്? How did his wife respond? അതിനോട് എങ്ങനെയാണ് ഭാര്യ പ്രതികരിച്ചൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ കൊണ്ടുവരണം കേട്ടോ. What was she doing? അവർക്ക് എന്തായാലും പണി വരെ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ പോയപ്പോൾ വാട്ട് ഹാപ്പൻ ടു ദ സപ്പർ ബ്രെഡ്? എന്താണ് അവിടെ അത്തായ ബ്രെഡിന് സംഭവിച്ചത്? എന്താണ്? ഹൗ ഡിഡ് ഹി വർക്ക് ഫോർ ദ മെഷീൻ? എങ്ങനെയാണ് അദ്ദേഹം മെഷീന് വേണ്ടി പ്രവർത്തിച്ചത്? വൈ ഡു പീപ്പിൾ പിയർ ഓവർ ദ ഫെൻസ് ടു ദ ഗറാഷ്? എന്തുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഗാരേജിലേക്ക് ഇങ്ങനെ നോക്കിയത്? എന്തുകൊണ്ടാണ്? എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം. ഡിയേഴ്സ് ഇങ്ങനെ പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹി വെന്റ് ഡൗൺ എൻറ്റർ ദ ഗറാഷ് ആൻഡ് ഫൗണ്ട് ദ ഹാപ്പിനെസ് മെഷീൻ ടെറിബിളി ഹോട്ട്. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പിന്നെ താഴോട്ട് പോയി ഗരാജിൽ നോക്കിയപ്പോൾ ആ മെഷീൻ ചൂടായി നിൽക്കുന്നത് കണ്ടു എന്നാണ്. എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? റൈറ്റ്, വി ക്യാൻ സീ ഓൾ ദീസ് തിങ്സ്. പ്ലീസ് read the paragraph silently. We can learn more about it. Ready, dears? Now there are 10 questions from this part. All are simple questions. You can do it yourself. ഒന്ന് വായിച്ചു നോക്കിയിട്ട് എഴുതുക. ചോദ്യം ഞാൻ വെറുതെ വായിക്കാം. What according to Auffman is the novel invention? What was the perplexing question forming in his mind? Leo Auffman was carrying a dictionary when he went to talk to his wife. What is his intention behind it? Do you think whether I am happy by doing all these household works? What did Lena mean by this? Do you think she is really happy? What made Lena freeze? What led to such a mishap? Pick out the expressions which suggest Leo Auffman worked hard. How did Lena respond when she heard that the happiness machine was ready? The garage grabbed the attention of even birds and dogs. Why were they attracted to it? What made Lena think that the machine was worthless? How should the happiness machine be according to Lena? Who was the first to test the machine? What was the effect of it? വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഒറ്റയ്ക്ക് എഴുതണേ. റൈറ്റ്. നൗ ലെറ്റ് us see the answers. എന്താ ഒന്നാം ചോദ്യം? ഓഫ്മാൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം എന്തായിരുന്നു എന്നാണ്. നിങ്ങൾക്കറിയാം ഹാപ്പിനെസ് മെഷീനാണ്. എന്തായിരുന്നു കുഴക്കുന്ന ചോദ്യം? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന? മെഷീൻ അദ്ദേഹത്തെ ചുമക്കുന്നതാണോ, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കൊള്ളുന്നതാണോ, അതല്ല പിന്നെ അദ്ദേഹത്തെ കൊള്ളുന്നതാണോ മെഷീൻ? ഒന്നിൽ മെഷീൻ അദ്ദേഹത്തിന് പോക്കറ്റ് ഇടാൻ പറ്റുന്നതാണോ, അതല്ല അദ്ദേഹത്തെ പോക്കറ്റ് ഇടാൻ പറ്റുന്നതാണോ, വലുതാണോ ചെറുതാണോ, അതേ ഉദ്ദേശമുള്ളൂ. പിന്നെ എന്തിനാണ് ഡിക്ഷണറി കൊണ്ട് നടന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഹാപ്പിനെസ്സിൻ്റെ എന്ത് കണ്ടെത്താനാണ്? പര്യായങ്ങൾ കണ്ടെത്താനാണ്. പിന്നെ ലെന പറയുന്നൊരു സംഗതിയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷവതിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതറിയാലോ. അപ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷവതിയാണ്. എന്താ അവർ ഉദ്ദേശിച്ചത്? അവരല്ല എന്നുള്ളതാണ്. പിന്നെ ആ ജോലികൾ ചെയ്യുന്നത് സന്തോഷവതി അല്ല എന്നാണ്. പിന്നെ വാട്ട് മെയ്ഡ് ലെന ഫ്രീസ്? എന്താണ് ലെന പിന്നെ മരവിപ്പിച്ചത്? എന്താണ്? എന്തായിരുന്നു അപകടത്തിലേക്ക് നയിച്ചത്? എന്താണ്? അവർ ഫ്രീസ് ചെയ്യാൻ കാരണം എന്താണ്? അവരുടെ പിന്നെ സപ്പർ ബ്രെഡ് എന്തായി മാറി എന്നുള്ളതാണ്. പിന്നെ ലിയോട്ട് സംസാരിക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോയി എന്നുള്ളതാണ്. ചാർക്കോളായിട്ട് മാറി എന്നുള്ളതാണ്. ലിയോട്ടിലൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ശ്രദ്ധ മാറിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഓഫൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു കാണിക്കുന്നത് ഏതാ? സൗണ്ട് സ്റ്റോയിൽ എ കോട്ട് റിതമിക്കലി ഫ്രം ദ ഗറാഷ്. ദോസ് ഡേയ്സ് ഫോർ വിതൗട്ട് ഫുഡ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. അറിയാലോ. ഇനി ലീന എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്ത് കേട്ടപ്പോൾ? ലീനക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ പറഞ്ഞത് എന്താ? അങ്ങനെ ഒരു കാര്യം മനുഷ്യന് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഗരാജ് അല്ലെങ്കിൽ ഗറാഷ് മറ്റുള്ള ജീവികളുടെയൊക്കെ, അതായത് പക്ഷികളുടെയും പട്ടികളുടെ പോലും
ശ്രദ്ധ ആകർഷിച്ചത് എന്നാണ്. കാരണം ആ മെഷീനിൽ നിന്ന് വ്യത്യസ്തമായ മൂളലുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടിരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ലെന എന്തുകൊണ്ടാണ് പിന്നെ മെഷീൻ ബർത്ത്ലെസ് ചിന്തിക്കാൻ കാരണം, പിന്നെ ഹൗ ഷുഡ് ദ ഹാപ്പിനെസ് മെഷീൻ ബി അക്കോർഡിംഗ്, എന്താണ് ചിന്തിക്കാൻ കാരണം, എങ്ങനെ ആവണം ഹാപ്പിനെസ് മെഷീന്, എന്താ ചിന്തിക്കാൻ കാരണം, അവളെ വീട്ടിൽ ജോലിയെ സഹായിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് വേർത്തിയാവുള്ളൂ. അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ബർത്ത്ലെസ് എന്ന് പറയാൻ കാരണം. ഹു വാസ് ദ ഫസ്റ്റ് ടു ടെസ്റ്റ് ദ മെഷീൻ, ആരാണ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത്? സോളാണ്, നമുക്കറിയാം. അതിൻ്റെ ഇഫക്റ്റ് എന്തായിരുന്നു? സോൾ സ്റ്റാർട്ട് വീപ്പിംഗ് ആഫ്റ്റർ ടെസ്റ്റിംഗ് ദ ഹാപ്പിനെസ് മെഷീൻ. ഒക്കെ എളുപ്പമല്ലേ മക്കളെ? ചെയ്ത ഉത്തരം ശരിയായിരിക്കും. നൗ ലെറ്റ് us discuss a story in detail. നമുക്ക് ചർച്ച ചെയ്യാം. എളുപ്പമാണ്. വാക്കുകൾ വളരെ കുറവാണ്, കിട്ടാത്ത വാക്കുകൾ. നമുക്ക് അതൊന്ന് കണ്ടാലോ? വാക്കുകൾ കണ്ടാലോ? പെർപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ക്രേസി എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തെന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ എന്നൊക്കെ അർത്ഥം. ബേളെന്ന് പറഞ്ഞാൽ ചുരുളുകളായിട്ട് നീങ്ങുന്നതിനാണ് ബേളെന്ന് പറയാം. സബ്ഡ്യൂ എന്ന് പറഞ്ഞാൽ അത് ഒന്ന് അടങ്ങുക എന്നുള്ള സെൻസാണ് ഇവിടെ. റെഡിയല്ലേ? നോക്കാം. നമുക്ക് സിമ്പിളാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. One day Auffman moved slowly through the garage which he has changed into workshop for his master craft and novel invention, the happiness machine. ഒരു ദിവസം Auffman അദ്ദേഹത്തിൻ്റെ ഗാരേജിലൂടെ ഇങ്ങനെ നടന്നിട്ട്, പിന്നെ ഇപ്പോൾ അത് ഗാരേജ് അല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പിന്നെ ഒരു പുതിയ കണ്ടുപിടുത്തമായ അതുപോലെ തന്നെ ഏറ്റവും നല്ല സൃഷ്ടിയായ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി, എന്താ സാധനം? ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്ന ഒരു യന്ത്രമാണ്. അതുണ്ടാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അതിലൂടെ അങ്ങനെ പതുക്കെ നടന്നു എന്നർത്ഥം. റെഡിയല്ലേ? ഹി സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ സം വുഡ്. അദ്ദേഹം അങ്ങനെ തിരയാൻ തുടങ്ങി. കുറേ മരങ്ങൾ, കേൾ ഓഫ് വയർ, ചുരുണ്ട വയർ, അതുപോലെ ഹാമർ, സ്പാനർ, അതുപോലുള്ളതൊക്കെ തിരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പെർപ്ലക്സിംഗ് ക്വസ്റ്റ്യൻ വാസ് ഫോമിങ് ഇൻ ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആശയക്കുഴപ്പം എന്ന ചോദ്യം ഇങ്ങനെ രൂപപ്പെട്ടു. എന്താ അത്? ഷുഡ് ദ മെഷീൻ ബി സംതിങ് യു ക്യാരി ഇൻ യുവർ പോക്കറ്റ് ഓർ സംതിങ് ദാറ്റ് ക്യാരീസ് യു ഇൻ ഇറ്റ്സ് പോക്കറ്റ്? മെഷീൻ നിങ്ങളെ പോക്കറ്റ് ഇടാൻ പറ്റുന്നതാണോ, അതല്ല നിങ്ങളെ പിന്നെ അതിൻ്റെ പോക്കറ്റ് ഇടാൻ പറ്റുന്നതാണോ എന്ന് പറഞ്ഞാൽ വലുതാണ് ചെറുതാണുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിന് മനസ്സിൽ വന്നത്. എനിവേ ദ മെഷീൻ ഷുഡ് മേക്ക് വൺ ഹാപ്പി. എന്തായാലും എന്ത് ചെയ്യണം? ആ മെഷീൻ ആളുകളെ ഹാപ്പി ആക്കണം. ഹൗ ക്യാൻ യു മേക്ക് വൺ ഹാപ്പി? എങ്ങനെ സന്തോഷം ഉണ്ടാക്കുക? ഹൗ ക്യാൻ യു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്? എങ്ങനെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക? വാട്ട് ആർ ദ ഫീലിങ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഹാപ്പിനെസ്? ഹാപ്പിനെസ്സായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ എന്തൊക്കെയാണ്? He went to the house with his dictionary and sat on the table where his wife was ironing the cloth. ഭാര്യ ഇസ്തിരിയിട്ട് കൊണ്ടിരുന്ന ആ ടേബിളിൻ്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏതുണ്ട്? പിന്നെ ഡിക്ഷണറി ഉണ്ട്, അതോട്ട് അവിടെ പോയിരുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കണില്ല, ആർ യു പ്ലീസ്ഡ്, കണ്ടൻറ്റഡ്, ജോയ്ഫുൾ ആൻഡ് ഡിലൈറ്റഡ്? നീ ഹാപ്പിയാണോ? വൈഫിനോട് ചോദിക്കുകയാണ്. സന്തോഷമുണ്ടോ, സംതൃപ്തി ഉണ്ടോ, ആനന്ദമുണ്ടോ എന്നൊക്കെ ചോദിക്കണമൊക്കെ ഏതാണ്ട് ഒരേ സെൻസ് നമുക്കറിയാലോ. അപ്പോൾ അവരെന്ത് ചെയ്തു? ജോലി നിർത്തിയിട്ട് പറയാണ്. ഒന്നുകൂടി ഒന്ന് ലിസ്റ്റ് വായിച്ചാൽ അതിൽ ബുക്ക് മടക്കി വെച്ചാൽ ചോദിക്കുകയാണ്, സേസോന്നോ, ശരിയാണ് ആണെന്നോ അല്ലോന്നോ പറയണം. ആർ യു ഹാപ്പി, ജോയ്ഫുൾ ഓർ ഡിലൈറ്റഡ്? ഹാപ്പിയാണോ, സന്തോഷമുണ്ടോ, അതുപോലെ തന്നെ ആനന്ദമുണ്ടോ? ആ ഡൊമസ്റ്റിക് വൺസ് ആർ കണ്ടന്റ്. നമ്മൾ വീട്ടിൽ ജോലിക്കാരൊക്കെ ആരാണ്? സന്തോഷവതികളാണ്, സന്തോഷവന്മാരാണ്. ബേബീസ് ആൻഡ് പീപ്പിൾ ഓഫ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആർ ഡിലൈറ്റഡ്. നമ്മളെ കുട്ടികളും അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടിക്കാലത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രായ ആളുകളാണ്, അവരൊക്കെ ഹാപ്പിയാണ്. പീപ്പിൾ ഓഫ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായ ആളുകളാണ്, വയസ്സായ ആളുകളാണ്, അവർ ഹാപ്പിയാണ്. ഡു യു തിങ്ക് വെദർ ഐ എം ഹാപ്പി ഡൂയിങ് ഓൾ ദീസ് ഹൗസ് ഹോൾഡ് ചോർസ്? ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഐ നോ ഐ എം ട്രൈങ് ടു സോൾവ് ഓൾ യുവർ കംപ്ലയിൻറ്റ്സ്. എല്ലാ കംപ്ലയിൻറ്റും എനിക്കറിയാത്, ഞാൻ നിങ്ങളുടെ എല്ലാ പരാതിയും പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട് കംപ്ലയിനില്ലി, ഐ നെവർ കംപ്ലയിൻ. നല്ല സ്ത്രീ ആര് പറയാം? ഞാൻ ഒരിക്കലും പരാതി പറയില്ലല്ലേ. ഞാൻ ഇപ്പോൾ പരാതി പറയില്ല. ബട്ട് പ്ലീസ് ഡോണ്ട് ആസ്ക് സച്ച് ക്രേസി ക്വസ്റ്റ്യൻസ് ഫോർ വിച്ച് യു മേ നോട്ട് ഗെറ്റ് ആൻസേഴ്സ്. അത്തരം പൊട്ട ചോദ്യങ്ങൾ ചോദിക്കരുത്, ഭ്രാന്തമായ ചോദ്യങ്ങൾ ചോദിക്കരുത്, അതിന് എനിക്ക് എന്ത് കിട്ടൂല, ഉത്തരം കിട്ടൂല. റെഡിയല്ലേ? സഡൻലി Auffman froze and sniffed the air. പെട്ടെന്ന് അവരിങ്ങനെ ഒരു മരവിച്ചമായി നിന്നിട്ട് അവരിങ്ങനെ വായുവിലിങ്ങനെ മണം പിടിച്ചു. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് വാട്ട് യു ഹാവ് ഡൺ. ദൈവമേ, നിങ്ങളെന്താ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഷി പുൾഡ് ദ അവൻ ഡോർ ഓപ്പൺ. അടുപ്പിൻ്റെ ഡോറ് തുറന്നു. അപ്പോൾ അതിൽ തിക്ക് ക്ലൗഡ് ഓഫ് സ്മോക്ക് വേൾഡ് ത്രൂ ദ കിച്ചൺ. അടുക്കളയിലൊന്നായിട്ട് നല്ല കട്ടിയുള്ളൊരു പുകയുടെ ചുരുളിങ്ങനെ എന്ത് ചെയ്തു അവിടെ അങ്ങനെ നിലനിന്നു, ചുരുളായിട്ട് നിന്നു എന്ന് അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പി. ഇതാണ് ഹാപ്പിനെസ്. യു ടോക്ക്ഡ് ടു മീ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 6 months. 6 മാസമായിട്ട് നിങ്ങൾ എന്നോട് ഫസ്റ്റ് സംസാരിച്ചു. മാത്രമല്ല ആദ്യമായിട്ട് 20 കൊല്ലത്തിൽ ആദ്യമായിട്ട് നമ്മുടെ അത്താഴത്തിനുള്ള ബ്രെഡ് എന്തായിട്ട് മാറി? കരിയായിട്ട് മാറി. റെഡിയല്ലേ? Auffman എന്ത് ചെയ്തു? വേൾഡ് ഫ്രം ദ കിച്ചൺ and subdued, when subdued smoke, evaded from the kitchen as when the smoke subdued.
പുകർന്നമർന്നപ്പോൾ അടങ്ങിയപ്പോൾ ഓഫ്മാൻ മെല്ലെ അവിടെ നിന്ന് എന്ത് ചെയ്തു, പിൻവാങ്ങി, മെല്ലെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ മക്കളെ? ഓക്കെ, നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇത് കിട്ടാത്ത വാക്കുകൾ കുറവാണ്, കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ. ഹസ്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഔട്ടർ കവറിങ് ഓഫ് സം ഫ്രൂട്ട്സ് ഓർ സീഡ്സ് എന്നാണ്, പരുക്കമായ തോല് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരുഷമായി പറഞ്ഞുള്ള സെൻസുകൾ, ഒരു പരുക്കൻ സൗണ്ട് പറഞ്ഞു എന്നതിന് അർത്ഥമുള്ളൂ. TDS എന്ന് പറഞ്ഞാൽ വിരസമായ എന്നാണ് അർത്ഥം. ബാക്കി വാക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്, നമുക്ക് നോക്കാം. ക്ലിങ്സ്, ക്ലാങ്സ്, റിങ്സ്, ബീപ്സ്, അതായത് അവിടുത്തെ ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടുകളാണ്. ലോഹങ്ങൾ മുട്ടുന്ന ശബ്ദം, പലത് കിളിങ്ങുന്ന ശബ്ദം, ബീപ്പ് സൗണ്ടുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, സൺസ് ഓഫ് ടോയിൽ, കഠിനാധ്വാനത്തിൻ്റെ ശബ്ദങ്ങൾ. ഈ കേർഡ് റിതമിക്കലി ഫ്രം ദ ഗാരേജിൽ നിന്ന് തളാത്മകമായിട്ട് പ്രതിധ്വനിച്ചു എന്നാണ്. ഹി പിയേർഡ് ഇൻ ടു സീ ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹാപ്പിനെസ് ഓൺ എനി ഫേസ്, ആരെങ്കിലും മുഖത്ത് എന്തെങ്കിലും ചെറിയ സന്തോഷം ഉണ്ടോ എന്ന് അദ്ദേഹം ഇങ്ങനെ തുറിച്ചു നോക്കി. ആൻഡ് എനി നുക്ക് ആൻഡ് കോർണർ, ഓരോ മുക്ക് മൂലയിലും. നുക്ക് ആൻഡ് കോർണർ പ്രയോഗമാണ് കേട്ടോ, അതറിയാലോ. ദോസ് ഡേയ്സ് വർ വിത്തൗട്ട് ഫുഡ്, അന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നില്ല, റെസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഉറങ്ങിയിരുന്നില്ല. ബട്ട് ഈ വാസ് ത്രിൽഡ് ടു സീ ദ മെഷീൻ ഇൻ ഷേപ്പ്. പക്ഷേ അദ്ദേഹത്തിന് ആ മെഷീൻ ഇങ്ങനെ ആയിക്കാണ് രൂപം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പോൾ അദ്ദേഹം പറയാണ്, ഹാപ്പിനെസ് മെഷീൻ ഇസ് റെഡി. ഹാപ്പിനെസ് മെഷീൻ, സന്തോഷ മെഷീൻ റെഡി ആയിട്ടുണ്ട്. ഹസ്ക് ലിയോ ഓഫ്മാൻ സ്നീക്കിങ് ഇൻ ടു ദ കിച്ചൺ. സ്നീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പതുങ്ങി വരിക എന്നാണ്. അടുക്കളയിലേക്ക് വല്ല പതുങ്ങി വന്നുകൊണ്ട് എന്ത് ചെയ്തു, ആ പതുങ്ങിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പരുക്കൻ സൗണ്ടിൽ പറഞ്ഞു, ലീ യു ലോസ്റ്റ് യുവർ പൗണ്ട്സ്. ലീ, നിങ്ങളെ ഭാരം കുറഞ്ഞു. അവർ ചിൽഡ്രൻ വർ ലാക്കിങ് യുവർ കെയർ. നമ്മുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നില്ല. ബട്ട് യു സേ മെഷീൻ ഇസ് റെഡി. നിങ്ങൾ പറയുന്നു മെഷീൻ റെഡിയാണെന്ന്. പ്ലീസ് ലീവ് ഓഫ് വിത്ത് വാട്ട് യു ആർ മേക്കിംഗ്. ഇപ്പം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കിയാൽ ഉപേക്ഷിച്ചാൽ. മാൻ കാൺ മേക്ക് സച്ച് ചേഞ്ചസ്. ആൾക്കാർക്ക് മനുഷ്യന് അത്തരം ചേഞ്ചുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഹി വാസ് അവൈക്കൺ ദ നെക്സ്റ്റ് മോർണിംഗ് ബൈ വേഗ് സൗണ്ട്സ് ഓഫ് ബേർഡ്സ്, ഡോഗ്സ് ആൻഡ് പീപ്പിൾ. അടുത്ത ദിവസം അവ്യക്തമായ പക്ഷികളുടെയും അതുപോലെ പട്ടികളുടെയും ജനങ്ങളുടെയൊക്കെ അവ്യക്തമായ സൗണ്ട് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഉണരുന്നത്. ദ ബേർഡ്സ് വർ ഫ്ലാറ്ററിങ്. ബേർഡ്സ് ചിറകിട്ടടിക്കുകയാണ് ചുറ്റും, ഏതിന് ചുറ്റും, പിന്നെ മേൽക്കൂരയ്ക്ക് ചുറ്റും. ആൻഡ് ദ ഡോഗ്സ് വർ നിയർ ദ ഡോർ ഓഫ് ദ ഗരാഷ്. പട്ടികൾ ഗരാഷിൻ്റെ വാതിലിൻ്റെ അടുത്തുണ്ടായിരുന്നു. പീപ്പിൾ പിയേർഡ് ഓവർ ദ ഫെൻസ് ടു ദ ഗരാഷ്. ഗരാജിൻ്റെ പിന്നെ അതിൻ്റെ ഗാരേജിലേക്ക് അവൻ്റെ വീട്ടിൻ്റെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വേലിക്ക് മുകളിലൂടെ ആളുകൾ ഇങ്ങനെ തുറച്ചു നോക്കിയെന്നാണ്, ഉറ്റുനോക്കിയെന്നാണ്. ദ സൗണ്ട് ഓഫ് ദ ഹാപ്പിനെസ് മെഷീൻ. ആ ഹാപ്പിനെസ് മെഷീൻ്റെ സൗണ്ട് എന്തായിരുന്നു? ഇറ്റ് വാസ് എ സോർട്ട് ഓഫ് സൗണ്ട് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഹമ്മിങ് ബേർഡ് ഫ്രീക്വൻസീസ്. വ്യത്യസ്തമായ ഫ്രീക്വൻസിയുള്ള വ്യത്യസ്തമായ എല്ലാ സൈസ് മുളക്കം പോലത്തെ ഒരു സൗണ്ടായിരുന്നു. അതായിരിക്കണം ഈ ജന്തുക്കളൊക്കെ ആകർഷിച്ചിട്ടുണ്ടാവുക. ടെൽ മീ, ലെന സെഡ് ക്വാറ്റ്ലി. ലെന പറയാണ്, എന്നോട് പറയും, സ്റ്റാൻഡിങ് ബൈ സൈഡ് ലുക്കിംഗ് ഇൻ ടു ദ ഗരാഷ്. ഗരാഷിലേക്ക് നോക്കിയിട്ട് അടുത്ത് നിന്നുകൊണ്ട് പറയാണ്, കുഡ് ദാറ്റ് മേക്ക് ഓൾഡ് മെൻ യങ്. വയസ്സായ ആളുകളെ പിന്നെ ചെറുപ്പക്കാരത്തെയാവാൻ ചെറുപ്പക്കാരെ സഹായിക്കുമോ? ഓർ ഐ ബി ഹാപ്പി ഇൻ ദാറ്റ് ബോക്സ് ഇഫ് യു ഡൈഡ് ഓഫ് ഓവർ വർക്ക്. നിങ്ങളിങ്ങനെ ഉറക്കം പോകണില്ലാതെ നന്നായിട്ട് അധ്വാനിച്ചു മരിച്ചു പോയാൽ ഞാൻ ഹാപ്പി ആവുമോ? ആ പെട്ടിയിൽ നിങ്ങൾ ആ മെഷീനിൽ ഞാൻ ഹാപ്പി ആവുമോ? ഐഡ് ബി ലെഫ്റ്റ് അലോൺ ബൈ യു ആൻഡ് ചിൽഡ്രൻ വിത്ത് ഓൾ ദോസ് ടീഡിയസ് ഹൗസ് ഹോൾഡ് ടാസ്ക്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാനും കുട്ടികളും ഈ ജോലിയായിട്ട്, വിരസമായ ജോലികളായിട്ട് ഞാൻ ഒറ്റക്ക് നിൽക്കേണ്ടി വരും. അപ്പം ഞാനെങ്ങനെ ഹാപ്പി ആവുക? ക്യാൻ ദ മെഷീൻ ഗെറ്റ് ഓൾ തിങ്സ് ഡൺ ഫോർ ഹൗസ്. വീട് ജോലികളൊക്കെ ചെയ്യാൻ മെഷീന് കഴിയുമോ? കിച്ചണിലെയും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വേണ്ട കാര്യം ചെയ്ത് കൊടുക്കാൻ കഴിയുമോ? ദാറ്റ്സ് നോട്ട് വാട്ട് ഇറ്റ് മെയ്ഡ്. അതുണ്ടാക്കിയത് ആ രൂപത്തിലല്ല എന്ന് പറഞ്ഞു ഓഫ്മാൻ. ദെൻ ഐ ഹാവ് ഗോട്ട് നോ ടൈം ടു ലുക്ക്, ഐ ആം സോറി. അപ്പോൾ പറയാണ്, അങ്ങനെയാണ് എനിക്കത് കാണാനുള്ള ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അദ്ദേഹത്തെ പിന്നെ കവിളിൽ ചുംബിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് പോയി. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ഹി തോട്ട്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ലിയോ ചിന്തിക്കുകയാണ്, ഇപ്പോഴല്ല അത് നോക്കാൻ പറ്റിയ സമയം. ലെറ്റ് us try the machine tomorrow. നാളെ നോക്കാമെന്നും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അദ്ദേഹം പിന്നെ കിടന്നിട്ടുണ്ടാവും. അന്ന് രാത്രി കുറേ നേരം വൈകിയപ്പോഴാരോ കരയുന്ന സൗണ്ട് കേട്ടു. അദ്ദേഹം കുട്ടികൾ റൂമിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് സ്വോൾ. അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ നന്നായിട്ട് കരയുന്നുണ്ട്, വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. കൈ എന്ത് ചെയ്തിട്ടുണ്ട്, മുഖം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ തലയണയിലേക്ക് തന്നെ പൂഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ സോൾ, യു ഹാഡ് എ നൈറ്റ് മെയർ. അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പിന്നെ ഭീകര സ്വപ്നങ്ങൾ വല്ലതും ഉണ്ടായോ? കുട്ടി അപ്പോഴും കരയായിരുന്നു. ദെൻ ദ മൂൺലൈറ്റ് ഹി സോ ദ ഓപ്പൺ ഡോർ ഓഫ് ഗാരേജ്. അപ്പോൾ നിലാവിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ഗാരേജിൻ്റെ വാതിൽ തുറന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഹി വെന്റ് ഡൗൺ എൻറ്റേർഡ് ദ ഗാരേജ്. അദ്ദേഹം താഴെ പോയി പിന്നെ ഗാരേജിൽ കയറി. അപ്പോൾ ഹാപ്പിനെസ് മെഷീൻ ഭയങ്കരമായിട്ട് ചൂടായത് അവർ കണ്ടു. സോ ഹി വാസ് ഇൻസൈഡ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സോൾ അതിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. കുഡിൻ ദ മെഷീൻ മേക്ക് ഹിം ഹാപ്പി. സോളിനെ
മെഷീൻ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ് കിട്ടും മക്കളെ. സിമ്പിളാണ്, റൈറ്റ്, ഈസി അല്ലേ? നൗ ഡിയേഴ്സ്, അതിൽ ചെറിയൊരു സമ്മറി ഒരു പ്ലോട്ട് രൂപത്തിലാണ് കൊടുത്തിട്ടുണ്ട്, പ്രസൻറ്റിൽ എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ശ്രദ്ധിച്ച് നോക്കുമല്ലോ, എഴുതിയെടുക്കും ചെയ്യുമല്ലോ. ഓക്കെ ഡിയേഴ്സ്, സിമ്പിളാണ്, കഥ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല. ഇതൊരു അസൈൻമെൻ്റ് ആണ്. റേ ഡഗ്ലാസിൻ്റെ പിന്നെ ഡഗ്ലാസ് ബ്രാഡ്ബറിൻ്റെ ഒരു പിന്നെ പ്രൊഫൈൽ ഉണ്ടാക്കുക സാധാരണ വരുന്നതായതുകൊണ്ട് അത് ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ അത് സാറിന് ചെയ്യുന്ന പോലെ നോക്കി എഴുതിയെടുക്കണം. ആൻസർ is sample answer is there. Okay, hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.